അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അവിടെ കാണാവുന്നതാണ്. അതിൻ്റെ നേരെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ അതിൻ്റെ നേരെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് യു വിൽ ഗെറ്റ് ദ റെഗുലർ അപ്ഡേറ്റ്സ്. പിന്നെ ക്ലാസ് കാണാൻ വേണ്ടി നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഹോം വീഡിയോസ് കഴിഞ്ഞ പ്ലേലിസ്റ്റിൽ ഞാൻ ഓരോരോ ക്ലാസ്സും ചാപ്റ്റർ വൈസും ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ എല്ലാം നിങ്ങൾക്ക് കാണാം. Welcome to my channel. So we are at the fourth part of our lesson. We already completed the introduction section. Next one was the balancing the equation. I have already told that we have done a separate video on that, and you can see the link at the description box. And the third video was the different types of chemical reaction. In that we have completed combination reaction. Next, we are going with a very simple and a very important reaction, that is decomposition reaction. Decomposition reaction. The speciality of these reactions are that we get the definitions of these reaction from the name itself. നമുക്ക് ആ പേര് തന്നെ അവരുടെ definition കിട്ടും. Combination പറഞ്ഞപ്പോൾ it was so simple. Combine ചെയ്യുക അല്ലേ, 2 or more elements or compounds combine together to form a single product. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ഉണ്ടാവും. ഇനി ഇവിടെ ഡീകമ്പോസിഷൻ, നമ്മൾ ബയോളജിയിലൊക്കെ ഡീകമ്പോസ് ചെയ്യുക, ബ്രേക്ക് ചെയ്ത് പോവുക അല്ലേ, അതുതന്നെയാണ്. ബട്ട് നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നതിന് മുന്നേ we are going with some activity in your textbook. So the first activity in your textbook, you can see the picture here. Take about 2 grams of ferrous sulfate. We are taking ferrous sulfate, FeSO, that is iron sulfate. നമ്മൾ എടുക്കുകയാണ് in a dry test tube, and we are just heating it under a spirit lamp. ഒരു സ്പിരിറ്റ് ലാമ്പിൽ വെച്ചിട്ട് നമ്മളൊരു തോങ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ്. that you will be doing in your chemistry laboratory. അപ്പം എൻ്റെ ടെക്സ്റ്റിൽ പറയുന്നത് ഫസ്റ്റ് ചെക്ക് ദ കളർ ഓഫ് ദി ഫെറസ് സൾഫേറ്റ്. ഫെറസ് സൾഫേറ്റ് എന്ത് കളറാണെന്നറിയോ? Ferrous sulfate is green in color. Ferrous sulfate എന്ന് പറഞ്ഞ salt ആണ്, അതൊരു solid crystal ആണ്. It will be in green in color. So we are adding this ferrous sulfate to a clean dry test tube and we are heating. What we can see there? നമ്മൾ ആദ്യം അത് ഹീറ്റ് ചെയ്യുമ്പോൾ we can see that the color changes from green to white. ആ green colored ferrous sulfate white color ആവുമേ. Green colored ferrous sulfate is getting changed into a white colored crystal. എന്നിട്ട് വീണ്ടും അത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് we are getting a smell of sulfur. സൾഫറിൻ്റെ സ്മെല്ല് നമുക്കറിയില്ല. ഇറ്റ്സ് ഒരു പഞ്ചൻറ്റ് സ്മെൽ, അതായത് ഒരു കുത്തുന്ന സ്മെല്ല്, നമുക്ക് ഭയങ്കര ഒരുമാതിരി ഒരു സ്മെല്ല് വരും. വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ? So ferrous sulfate is heated in a dry test tube. Ferrous sulfate was green in color. When it was heated, it get converted into a white crystal, and again it on heating we are getting a smell, a pungent smell or a smell of sulfur is coming. A pungent smell ആണ് സൾഫറിൻ്റെ ഒരു സ്മെല്ല്. What is happening there? അവിടെ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഫെറസ് സൾഫേറ്റിന് ഗ്രീൻ കളർ, അതായത് ഫെറസ് സൾഫേറ്റിന് ഗ്രീൻ കളറാണെന്ന് പറഞ്ഞു. അത് ഈ ഹൈഡ്രേറ്റഡ് ഫെറസ് സൾഫേറ്റ്, അതായത് ഫെറസ് സൾഫേറ്റിൽ എന്തുണ്ടാവും? വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. ഈ ഹൈഡ്രേറ്റഡ് ഫെറസ് സൾഫേറ്റിനാണ് ഗ്രീൻ കളർ ഉള്ളത്. ബട്ട് വെൻ വി ആർ ഹീറ്റിംഗ്, ഒന്ന് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പോകും. വെള്ളം എന്തായപ്പോൾ നമുക്കറിയാം ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. സോ വാട്ട് ഹാപ്പൻ? വി ആർ ഗെറ്റിംഗ് ഫെറസ് സൾഫേറ്റ് അലോൺ. വെള്ളമുള്ള ഫെറസ് നമ്മൾ വെള്ളമൊന്നും ആക്കിയതില്ല. ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റലിൽ ഇറ്റ് ഹാസ് ഹൈഡ്രേറ്റഡ് ഫോമാണ്. അതിൻ്റെ ശരിക്കും ഫെറസ് സൾഫേറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. ഫെറസ് സൾഫേറ്റ് FeSO4 7H2O. ഇതിലുള്ള വാട്ടർ കണ്ടന്റ് ആണ് ഈ കാണിക്കുന്ന 7H2. ഇതിൽ വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പം ഫെറസ് സൾഫേറ്റ്, ടേക്ക് ദ ബാക്ക് ഓഫ് യുവർ നോട്ട്ബുക്ക് ആൻഡ് നോട്ട് ഡൗൺ ദ ന്യൂ ഫോർമുല ഫെറസ് സൾഫേറ്റ് FeSO4. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പുതിയ പുതിയ കെമിക്കൽ കോമ്പൗണ്ട്സ് പഠിക്കുമ്പം ടേക്ക് ദ ബാക്ക് ഓഫ് യുവർ നോട്ട്ബുക്ക്, റൈറ്റ് ദ കെമിക്കൽ നെയിം അലോങ് വിത്ത് ദാറ്റ് റൈറ്റ് ദ ഫോർമുല. അപ്പം നമ്മൾ പഠിക്കുമ്പം നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും. സോ ഫെറസ് സൾഫേറ്റ്, ഫെറസ് ആണ്, FeRROUS, ഫെറസ് സൾഫേറ്റ്. സോ ഈ ഫെറസ് സൾഫേറ്റ്, ഹൈഡ്രേറ്റഡ് ഫെറസ് സൾഫേറ്റ് ഇസ് ഗ്രീൻ ഇൻ കളർ. ഫെറസ് സൾഫേറ്റിൽ ഞാൻ പറഞ്ഞു വാട്ടർ കണ്ടന്റ് ഉണ്ട്. ഈ വാട്ടർ കണ്ടന്റ് ഉള്ള ഫെറസ് സൾഫേറ്റിൻ്റെ ഫോർമുലയാണ്, അതായത് ഫെറസ് സൾഫേറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് FeSO4 7H2O ആണ്. ഈ ഹൈഡ്രേറ്റഡ് ഫെറസ് ഇത് അതിന് തന്നെ ഉള്ളതാട്ടോ, നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നൊന്നുമില്ല. ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റലിൽ അതിൽ എന്തുണ്ട്? അത് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ളൊരു ക്രിസ്റ്റലാണ്, അതിൽ വാട്ടർ കണ്ടന്റ് ഉണ്ട്.
അപ്പം ഈ ഹൈഡ്രേറ്റഡ് ഫെറസ് സൾഫേറ്റിൻ്റെ കളറാണ് ഗ്രീൻ. അപ്പം നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ദർ? ദിസ് വാട്ടർ വിൽ ഇവോപ്പറേറ്റ്. വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ക്രിസ്റ്റലിന് എന്തുണ്ടാവും? ഈ വൈറ്റ് കളർ. സോ ഫെറസ് സൾഫേറ്റ് എന്ന് പറഞ്ഞ എൻഹൈഡ്രേറ്റഡ്, അതായത് വാട്ടർ പോയ ഫെറസ് സൾഫേറ്റ് ഉണ്ടാവുകയാണ്. എന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? എഗെയിൻ ഓൺ ഹീറ്റിംഗ് വി ആർ ഗെറ്റിംഗ് എ സ്മെൽ ഓഫ് സൾഫർ. അപ്പോൾ അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? ദിസ് ഫെറസ് സൾഫേറ്റ് വിൽ പ്രൊഡ്യൂസ് ഫെറിക് ഓക്സൈഡ്, sulfur dioxide and sulfur trioxide. കണ്ടോ, ഒരൊറ്റ കോമ്പൗണ്ടിനെ നമ്മൾ ഹീറ്റ് ചെയ്തപ്പോൾ വി ആർ ഗെറ്റിംഗ് 3 പ്രോഡക്ട്സ്. അവിടെ എന്തായിരിക്കും? അപ്പോൾ ഒരു വലിയ കോമ്പൗണ്ട് എന്ത് ചെയ്യാണ്? ബ്രേക്ക് ചെയ്യാണ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ, അല്ലേ? ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബ്രേക്ക് ഡൗൺ ഇൻ ടു സ്മോളർ മോളിക്യൂൾസ്. ഇത് തന്നെയാണ് ഡീകമ്പോസിഷൻ. അപ്പം ഇതിൻ്റെ ഡെഫിനിഷൻ ഇപ്പം നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ എഴുതി, നമ്മളിപ്പോൾ ഡെഫിനിഷൻ പറയുന്നില്ല, നമ്മുടെ ആക്ടിവിറ്റിയിൽ പറയാനേ. So, the ferrous sulfate undergo decomposition to produce ferric oxide. This is ferric, Fe2O3, ferric. Turn the back of your notebook and note down this formula also, ferric oxide. Then comes sulfur dioxide, sulfur trioxide. അപ്പോൾ ഈ 3 ഫോം ഇപ്പോൾ എത്ര നെയിംസ് നമുക്ക് കിട്ടി? നമുക്ക് 4 1 2 3 4 ന്യൂ കോമ്പൗണ്ട്സിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ പേര് നമുക്ക് ഓർത്ത് വെക്കാൻ ഐ ഹാവ് ഓൾറെഡി ടോൾഡ് ദാറ്റ്. ടേക്ക് ദ ബാക്ക് ഓഫ് യുവർ നോട്ട്ബുക്ക് ആൻഡ് നോട്ട് ഡൗൺ ദിസ് കെമിക്കൽ ഫോർമുല along with their name. So, ferrous sulfate when heated it converted into enhydrated തന്നെ വെള്ളമില്ലാത്ത enhydrated ferrous sulfate which is white in color, which undergo decomposition to produce ferric oxide, sulfur dioxide and sulfur trioxide. And this sulfur dioxide is responsible for the smell of sulfur. ഈ sulfur dioxide ന്റെ സ്മെല്ലാണ് നമുക്ക് എന്തായാലും ഒരു പഞ്ചന്റ് സ്മെല്ലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതെന്താണ്? ഡികമ്പോസിഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പം ഡികമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് എ കോംപ്ലെക്സ് മോളിക്യൂൾ ഓർ എ ബിഗർ മോളിക്യൂൾ ഇൻ ടു എ സിംപ്ലർ മോളിക്യൂൾസ് ഓർ എലിമെൻറ്റ്സ്. എന്തും ആവാം. ചിലപ്പോൾ എലിമെൻ്റ് ആയിട്ടായിരിക്കും, ചിലപ്പോൾ കോമ്പൗണ്ട്സ് ആയിട്ടായിരിക്കും, ചിലപ്പോൾ മോളിക്യൂൾസ് ആയിട്ട് അവർ എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്യും. So this was the first activity which was given in your textbook. So what is happening there? The ferrous sulfate, which is green in color, get converted into white colored crystal because the water content in the ferrous sulfate get evaporated, and this ferrous sulfate again get converted into ferric oxide, sulfur dioxide and sulfur trioxide, and this sulfur dioxide is responsible for the pungent smell or the sulfur smell, and this is an example for decomposition reaction. Now we have to check the equation. Now whenever you are writing an equation, you have to check whether it is balanced or not. We have already learned balancing of the equation. Those who have not studied that, just go through it. I have done a good video. I can say that it's a big and a good video because almost everything I have explained in that video, I will be giving it in the description box. So 1 Fe, 2 Fe. So I have to balance this Fe by giving here 2. So 2 Fe, 2s, 1s plus 1s, 2s. Oxygen 4 into 2, 8. Here 3 plus 2, 5, 5 plus 3, 8. So the equation is balanced. So we will go with the next activity in your textbook. Take 2 gram of lead nitrate. Lead nitrate in the formula അറിഞ്ഞിരിക്കണം. Lead എന്ന് പറഞ്ഞാൽ Pb nitrate. PbNO3 twice. PbNO3, E 2 is common for nitrogen and it is common for oxygen. So we have to put a bracket NO3. This is lead nitrate, PbNO3 twice. We are taking 2 gram of lead nitrate in a test tube and we are just heating it. നമ്മൾ എന്താ ചെയ്യുന്നത്? lead nitrate ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്ത്, you can see the experiment here, and we are heating it. We can see after some time a reddish brown fumes are coming. ഒരു reddish brown കളറുള്ള ഫ്യൂംസ് ഉണ്ടാവും ഇങ്ങനെ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. What is happening there? എന്താണ് അവിടെ ഉണ്ടാവുന്നത്? There also a decomposition reaction is taking place. Decomposition and a breaking down of a complex molecule or a compound into simpler compound. ഈ lead nitrate എന്ന് പറഞ്ഞ compound എന്താവുകയാണ്? അവിടെ break down ചെയ്തിട്ട് നമുക്ക് simpler compounds നെ കിട്ടും. ഏതൊക്കെ simpler compounds ആ കിട്ടുന്നത് നോക്കാം. Lead oxide, PbO, NO2, nitrogen dioxide and
oxygen. എന്താ ഉണ്ടാവുന്നത്? Oxygen gas is liberated. So lead nitrate undergo decomposition. Lead nitrate ne heat ചെയ്യണ സമയത്ത് അത് decompose ചെയ്ത് break down ചെയ്തിട്ട് we are getting lead oxide, nitrogen dioxide and oxygen. So we told that we are getting a reddish brown fumes. നമുക്കൊരു reddish brown fumes കിട്ടുന്നുണ്ട്. Who is responsible for this? This nitrogen dioxide ആണ് ഈ reddish brown fumes പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ കണ്ടോ, വാട്ട് ഈസ് ഹാപ്പനിങ്? ലെഡ് നൈട്രേറ്റ് എന്ന് പറഞ്ഞ ആൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ലെഡ് ഓക്സൈഡ് PbO, നൈട്രോജൻ ഡയോക്സൈഡ് NO2 ആൻഡ് ഓക്സിജൻ ഇസ് ലിബറേറ്റഡ്. ദിസ് ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ എന്താണ്? ദിസ് ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പോൾ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യണം ഇവിടെ ബാലൻസിങ് കറക്റ്റ് ആണോ എന്നുള്ളത് അല്ലേ. സോ വി ഹാവ് ചെക്ക് ഹിയർ. There are 1 Pb, 1 Pb, 1 nitrogen, no problem. Here there are 6 oxygen. Here we have 2 plus 4 plus 1, 5. 5 ഉള്ള ഒരാളെ 6 ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും 1 വെച്ച് ആഡ് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ നടക്കത്തുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് വി വിൽ ആഡ് ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ 2 കൊടുത്തു നോക്കാം. എവിടെ? ഇവിടെയല്ലേ ബാലൻസ് ആവാത്ത. അപ്പോൾ നമ്മൾ ആദ്യം Pbക്ക് ഒരു 2 കൊടുത്തു നോക്കി. Now we will check. 2 Pb ഒന്നൊപ്പം. അപ്പം ഓട്ടോമാറ്റിക്കലി 2 + 4 + 6. അപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ 6 ബാലൻസ് ആയി. പക്ഷേ ഇവിടെ Pb പ്രശ്നം വന്നു. ഇവിടെ എത്ര Pb വന്നു? 2 Pb. അപ്പോൾ നമ്മളത് ബാലൻസ് ചെയ്യാൻ വി ഹാവ് ടു ഗിവ് ഹിയർ 2. നമ്മളിവിടെ 2 കൊടുത്തുവേ. നൗ വി ഹാവ് ടു ചെക്ക് ദ ബാലൻസിങ്. 2 Pb. ബട്ട് ഹിയർ ദ പ്രോബ്ലംസ് കംസ്. ഹിയർ വി ഹാവ് 2 നൈട്രജൻ. ഇവിടെ എത്ര നൈട്രജൻ വന്നു? 2 നൈട്രജനും 3 × 6, 6 × 2, 12 ഓക്സിജൻ വന്നു. എത്ര വന്നു? 12 ഓക്സിജൻ വന്നു. അപ്പം നമ്മളിവിടെ വീണ്ടും നൈട്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 2 ഇട്ട് കൊടുത്തു. നൗ വി വിൽ ചെക്ക് ദ ഇക്വേഷൻ. ഓരോന്നും നിങ്ങൾ പെൻസിൽ വെച്ച് റബ്. ഇറ്റ്സ് എ ബോർഡ്, സോ ഐ ക്യാൻ റബ് ഹിയർ. നിങ്ങൾ പെൻസിൽ വെച്ചിട്ട് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് തന്നെ നോക്കുക ബാലൻസിങ്. നൗ വി വിൽ ചെക്ക്. 2 Pb, 2N, 3 × 2, 6, 6 × 2, 12. 12 oxygen. Here 2 Pb, 2 × 2, 2 oxygen plus 2 × 2 Pb. 2 nitrogen, 2 nitrogen. 3 × 2, 6, 6 × 2, 12 oxygen. 2 plus 2 × 2, 4. Plus 2, that is equal to 4 plus 2, 6, 6 plus 2, 8. We have to make it 12. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ ഒരു 4 നൈട്രജൻ കൊടുക്കണം. ജസ്റ്റ് 2ന് പകരം നമ്മൾ വി ആർ ഗിവിങ് 4. ഓൾറെഡി ഇവിടെ നമ്മുടെ 2 ബാലൻസ്ഡ് ആണല്ലോ. നമുക്കിവിടെ 4 നൈട്രജൻ വേണം. കാരണം 2 നൈട്രജൻ പ്ലസ് 2. അപ്പോൾ എത്ര ഉണ്ടാവും? 4 നൈട്രജൻ വേണം. അപ്പോൾ നമ്മളിവിടെ 4 കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. വാട്ട് ഈസ് ഹാപ്പനിങ്? 2 Pb, 2 Pb. 2 nitrogen into 2, that is 4 nitrogen. Then 2, 3 2s are 6, 6 2s are 12. 2 oxygen, 4 into 2, 8 plus 2, 12. കണ്ടോ ബാലൻസ് ചെയ്ത്? നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ ഞാനിവിടെ 2 നൈട്രജൻ പറഞ്ഞില്ല കേട്ടോ. ആ 4 നൈട്രജൻ പറയണം. കാരണം ഈ നൈട്രജന് ഇവിടെ 2 ഉണ്ട്. ഈ 2ഉം കോമൺ ആണ് ഇവർക്ക് എല്ലാവർക്കും. സോ സിമ്പിളാണ് ഇത്. നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സിമ്പിളാണ്. സോ ദിസ് ഇസ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ ഫോർ ദ ഡീകമ്പോസിഷൻ ഓഫ് ലെഡ് നൈട്രേറ്റ്. അപ്പോൾ അത് മനസ്സിലായാൽ ഇറ്റ് ഇസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ ഡീകമ്പോസിഷൻ. ഇതേപോലത്തെ വേറൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ് കാൽഷ്യം കാർബണേറ്റ്. ഈ കാൽഷ്യം കാർബണേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യണ സമയത്ത് സെയിം വി ആർ ടേക്കിംഗ് കാൽഷ്യം കാർബണേറ്റ് ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് വി ആർ ഹീറ്റിംഗ് ആൻഡ് വി ആർ ഗെറ്റിംഗ് കാൽഷ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക? കാൽഷ്യം ഓക്സൈഡ്. കാൽഷ്യം ഓക്സൈഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് റിയാക്ഷനിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, കോമ്പിനേഷൻ റിയാക്ഷനിൽ അല്ലേ. കാൽഷ്യം ഓക്സൈഡ് എന്തായിരുന്നു? ക്വിക്ക് ലൈൻ. So calcium carbonate on decomposition gives calcium oxide and carbon dioxide. Balanced ആണോ നോക്കൂ. calcium 1, calcium 1, oxygen 3, 2 plus 1, 3, carbon 1. So these are some of the general examples for the decomposition reaction.
നെക്സ്റ്റ് ആക്ടിവിറ്റി ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. അടുത്തത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു നല്ലൊരു ആക്ടിവിറ്റിയാണ്. യു ക്യാൻ സീ ദ പിക്ചർ ഹിയർ. നല്ലോണം ശ്രദ്ധിക്കാം. ടേക്ക് എ പ്ലാസ്റ്റിക് മഗ്, ഒരു പ്ലാസ്റ്റിക് മഗ് എടുക്കാം. ആൻഡ് ഡ്രിൽ 2 holes, നമ്മൾ 2 holes അതിൽ ഉണ്ടാക്കുക. അറ്റ് ദ ബേസ്, ആ പിക്ചറിൽ തന്നെ കാണാം, അറ്റ് ദ ബേസ്. ആൻഡ് ഫിറ്റ് റബ്ബർ സ്റ്റോപ്പേഴ്സ് നമ്മൾ വെച്ചു. ഇൻ ദീസ് ഹോൾസ് ഇൻസേർട്ട് കാർബൺ ഇലക്ട്രോഡ്. ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്താ? എ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയും? ഇലക്ട്രോഡ് എന്ന് പറയും. സോ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കാർബൺ ഇലക്ട്രോഡ്സ് വെച്ചിട്ടുണ്ട്. ഇത് ഈ 2 ഹോൾസിൽ കൂടെ. ഇൻ ദീസ് റബ്ബർ സ്റ്റോപ്പേഴ്സിൽ കൂടെ നമ്മൾ 2 കാർബൺ ഇലക്ട്രോഡ്സ് വെച്ചു. കണക്ട് ദീസ് ഇലക്ട്രോഡ്സ് ടു എ 6 volt ബാറ്ററി. നമ്മൾ ഈ 2 ഇലക്ട്രോഡ്സിന് നമ്മളൊരു 6 volt ബാറ്ററി വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫിൽ ദ മഗ് വിത്ത് വാട്ടർ സച്ച് ദാറ്റ് ദ ഇലക്ട്രോഡ്സ് ആർ ഇമ്മേഴ്സ്. നമ്മൾ ആ മഗ്ഗിൽ വെള്ളം ഒഴിച്ചു. ആൻഡ് ഇലക്ട്രോഡ്സ് അതിൽ ഇമേഴ്സ് ആയിരിക്കണം, അതിൽ മുങ്ങിയിരിക്കണം. Add a few drops of dilute sulfuric acid to the water. We are adding little bit dilute sulfuric acid to the water. Take 2 test tube filled with water. നമ്മൾ 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക, വെള്ളം ഫിൽ ചെയ്തിട്ട് filled with water. ആൻഡ് ഇൻവേർട്ട് ദം ഓവർ ദ 2 കാർബൺ. ഈ കാർബൺ ഇലക്ട്രോഡ്സിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ ഇൻവേർട്ട് ചെയ്തിട്ട് കമഴ്ത്തി വെച്ചു. ഇത് നമ്മൾ തിരിച്ച് വെക്കത്തില്ല, അങ്ങനെ വെച്ചു. സ്വിച്ച് ഓൺ ദ കറണ്ട് ആൻഡ് ലീവ് ദ അപ്പാരറ്റസ് അൺഡിസ്റ്റർബ്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാണ്, ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഓൺ ചെയ്തു, നമ്മൾ അതിനെ അൺഡിസ്റ്റർബ് ആക്കി വെച്ചു. വി ക്യാൻ ഒബ്സർവ് ദ ഫോർമേഷൻ ഓഫ് ബബിൾസ്. നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും എവിടെ ആ ബബിൾസ്, ഇതിൻ്റെ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബബിൾസ് ഉണ്ടാവുന്നത്. ആൻഡ് കുറച്ച് കഴിഞ്ഞാൽ ദ ബബിൾസ് ഡിസ്പ്ലേസ് ദ വാട്ടർ. ആ വെള്ളത്തിനെ കംപ്ലീറ്റ്ലി ബബിൾസ് ഡിസ്പ്ലേസ് ചെയ്യും. ബബിൾസ് ആയിരിക്കും. പിന്നെ അതിൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? അതിൻ്റെ ഉള്ളിൽ ഗ്യാസ്, അതായത് ഗ്യാസ് ഫില്ല് ചെയ്ത പോലെ നമുക്ക്, അതായത് വെള്ളം കുറച്ച് താഴേക്ക് നിന്നിട്ട് അതിൻ്റെ മുകളിൽ ഗ്യാസ് ഫില്ല് ചെയ്യുന്നത് കാണാം. ഇനി ഇതിലുള്ള ക്വസ്റ്റ്യൻസ്. ഇതിൽ 2 പേരിലും ഗ്യാസ് ഫില്ല് ചെയ്യുന്നുണ്ട്. 2 പേരിലും ഗ്യാസ് ഫില്ല് ചെയ്യുന്നത് സെയിം പോലെയാണോ? ഒരേ എമൗണ്ടിലാണോ ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കുന്നത്? ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് മോർ ഗ്യാസ് ഇസ് ഫിൽഡ്? ആൻഡ് ഈ 2 ഗ്യാസിനും, അതായത് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിലെ ഗ്യാസിനെ നമ്മൾ പതുക്കെ എന്ത് ചെയ്യും? ഒരു ബേണിംഗ് ക്യാൻഡിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. 2 ടെസ്റ്റ് ട്യൂബ്, നമ്മൾ എ ടെസ്റ്റ് ട്യൂബ് എന്ന് നോട്ട് ചെയ്യുക, ബി ടെസ്റ്റ് ട്യൂബ് എന്ന് നോട്ട് ചെയ്തിട്ട് 2 ടെസ്റ്റ് ട്യൂബ്സ് ഉണ്ട്. ആ 2 ടെസ്റ്റ് ട്യൂബിലും നമ്മൾ ഒരാൾ പോസിറ്റീവ്, അതായത് നമുക്ക് പോസിറ്റീവിൻ്റെ അടുത്തുള്ളതിന് നമ്മൾ എന്ത് പറയാം? എ ടെസ്റ്റ് വേണ്ട, പോസിറ്റീവിൻ്റെ അടുത്തുള്ള ആളെ നമ്മൾ എ ടെസ്റ്റ് ട്യൂബ് എന്നും, പോസിറ്റീവ് സെല്ല് ബാറ്ററിയോട് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ എ ടെസ്റ്റ് ട്യൂബ് എന്നും, നെഗറ്റീവ് സെല്ലിനോട് കണക്ട് ചെയ്ത ബി ടെസ്റ്റ് ട്യൂബ് എന്നും നമുക്ക് പറയാം. എന്നിട്ട് നമ്മൾ 2 പേരുടെയും എമൗണ്ട് ഓഫ് ഗ്യാസ് നോക്കുക, എത്രത്തോളം വെള്ളത്തിന് ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ള ഗ്യാസ് ഉണ്ട്. എന്നിട്ട് ഈ ഗ്യാസിന് നമ്മളൊരു ബേണിംഗ് ആയിട്ടുള്ള ക്യാൻഡിലിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുക. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? ഈ 2 ടെസ്റ്റ് ട്യൂബിലെയും ഗ്യാസ് ഒരേപോലെയാണോ ഫ്ലെയിം ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്? ഓർ വാട്ട് ആർ ദ ഒബ്സർവേഷൻസിൽ? ഗ്യാസ് വന്നു അല്ലേ, 2 ടെസ്റ്റ് ട്യൂബിലും വന്ന ഗ്യാസിൻ്റെ എമൗണ്ട് സെയിം ആണോ? അപ്പോൾ ഇതാണ് ഒരു ടെസ്റ്റ് ട്യൂബ്, ഇതാണ് രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ എമൗണ്ട് ഓഫ് ഗ്യാസ് കൂടുതലും ഒരു ടെസ്റ്റ് ട്യൂബിലെ എമൗണ്ട് ഓഫ് ഗ്യാസ് കുറവുമാണ് കേട്ടോ. എന്നിട്ട് വി ആർ ഷോയിങ് ദിസ് ഗ്യാസ് ടു എ ബേണിംഗ് ക്യാൻഡിൽ. ഒരു ബേണിംഗ് ക്യാൻഡിലേക്ക് നമ്മൾ ഈ ഗ്യാസിനെ കാണിക്കുമ്പം ഈ കൂടുതൽ എമൗണ്ട് ഉള്ള ടെസ്റ്റ് ട്യൂബിലെ ഗ്യാസിന് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, അത് ആ ബേണിംഗ് ക്യാൻഡിലിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ ഒരു പോപ്പ് സൗണ്ടോട് കൂടി അതിട്ട് ബേൺ ചെയ്യും ആ ഗ്യാസ്. എന്നിട്ട് ആ ക്യാൻഡിലിൻ്റെ ഫ്ലെയിം അങ്ങ് കെട്ടുപോകും. ഈ റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ ഗ്യാസ് നമ്മൾ ക്യാൻഡിലിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പം, അതായത് ദ ഗ്യാസ് വിച്ച് വാസ് ട്വൈസ് ഇൻ എമൗണ്ട് ഓഫ് ദി അതർ. ബി ടെസ്റ്റ് ട്യൂബിനെ കമ്പയർ ചെയ്തപ്പം എ ടെസ്റ്റ് ട്യൂബിൽ ട്വൈസ് ദി എമൗണ്ട് ഓഫ്, ഇതിനേക്കാളും ട്വൈസ് ഉണ്ട്, 2 times കൂടുതലുണ്ട് ഗ്യാസ്. അപ്പം ആ ഗ്യാസിനെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഒരു പോപ്പ് സൗണ്ടോട് കൂടിയിട്ട് ആ ഗ്യാസ് കത്തിയിട്ട് അപ്പം തന്നെ ക്യാൻഡിൽ എന്ത് പോവുകയാണ്? ക്യാൻഡിൽ ഓഫായി പോകും, ക്യാൻഡിൽ ലൈറ്റ് കെട്ട് പോവുകയാണ്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ? ഓർ വിച്ച് ഗ്യാസ് ഇസ് പ്രസൻറ്റ്? ദ ഗ്യാസ് വിച്ച് ഇസ് പ്രസൻറ്റ് ഹിയർ ഇസ് ഹൈഡ്രജൻ ഗ്യാസ്. ഏത് ഗ്യാസ് അവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്? ഹൈഡ്രജൻ ഗ്യാസ്. ഹൈഡ്രജൻ ഗ്യാസ് ബേൺസ്. ഹൈഡ്രജൻ ഗ്യാസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ? ഇറ്റ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. ഒരു ടപ്പ് എന്നുള്ളൊരു ശബ്ദത്തോട് കൂടി അത് ബേൺ ചെയ്യും. ആ പോപ്പ് സൗണ്ടോട് കൂടി അത് ബേൺ ചെയ്തിട്ട് അത് പുറത്തേക്ക് വരുന്ന ഹീറ്റ് കൊണ്ട് എന്താവും? ആ ക്യാൻഡിൽ അങ്ങ് ഡ്രോപ്പ് ആയിപ്പോവും, അത് ഫ്ലെയിം അങ്ങ് ഓഫ് ആയിപ്പോവും. So the gas which is present in the test tube A is hydrogen, which is twice the amount of the gas which is present in B. ഇനി ഈ ബി ഗ്യാസിനെ ഞാൻ ഈ ക്യാൻഡിലിൽ കാണിച്ചപ്പോൾ ഐ ഫൗണ്ട് ദാറ്റ് ദ ഫ്ലെയിം ആക്സിലറേറ്റ്, ആ
ഫ്ലെയിം നല്ല ഫ്ലെയർ ആയിട്ട് നല്ല സ്പീഡിൽ കത്തും, നല്ല ആളി കത്തും എന്നൊക്കെ പറയാം, നല്ലോണം ഇൻക്രീസ് ചെയ്യും അതിൻ്റെ ആ ഒരു പവർ. സോ വിച്ച് ഗ്യാസ് വിൽ ബി ദെയർ? കത്തുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ഗ്യാസ് ആണ് ഓക്സിജൻ. സോ ദ ഗ്യാസ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് ബി ഇസ് ഓക്സിജൻ. അപ്പം വാട്ടറിനെ നമ്മൾ ഇലക്ട്രിസിറ്റി വഴി, വി ആർ പാസിങ് ഇലക്ട്രിസിറ്റി ത്രൂ വാട്ടർ and it undergo decomposition to produce hydrogen and oxygen. എന്താ അവിടെ നടക്കുന്നത്? വാട്ടറിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത സമയത്ത് ഇറ്റ് അണ്ടർഗോ ഡികമ്പോസിഷൻ, അതായത് ബ്രേക്ക് ഡൗൺ ടു ഫോം ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. സോ വി ഹാവ് ടു ബാലൻസ് ദ ഇക്വേഷൻ. 2 hydrogen, 1 oxygen, 2 oxygen. We have to balance here. We have to put here 2. So 2 oxygen, 2 oxygen. How many hydrogen are here? 2. But here we have 4. So we have to balance here by giving 2. So this is happening there. So in the conclusion, namukku kitti your experiment vadi. So we are getting that hydrogen gas is produced twice the amount of the oxygen gas. Oxygen ekattum twice the amount of hydrogen ഉണ്ട്. നമുക്കറിയാം വാട്ടറിൽ എത്ര വാട്ടർ എന്ന് പറഞ്ഞാൽ കണ്ടോ, H2O എന്ത് റേഷ്യോയിലാണ്? 2:1. ഓക്സിജൻ 1 gram ആണെങ്കിൽ ഹൈഡ്രജൻ എത്ര ഗ്രാം ഉണ്ട്? 2 gram. അപ്പോൾ അതിൻ്റെ ട്വൈസ് ദി എമൗണ്ട്. അപ്പോൾ ഗ്യാസും എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക? ട്വൈസ് ദി എമൗണ്ട്. സോ ദ ഹൈഡ്രജൻ ഗ്യാസ് ഇസ് പ്രൊഡ്യൂസ് ട്വൈസ് ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബേൺസ്. ഹൈഡ്രജൻ ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട് ആൻഡ് എന്ത് പറ്റും? ക്യാൻഡിൽ ഓഫ് ആവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദാറ്റ് മീൻസ് ദ ഹൈഡ്രജൻ ഗ്യാസ് ഇസ് ലിബറേറ്റഡ്. when oxygen gas, അതായത് ഈ ടെസ്റ്റ് ട്യൂബിലെ ഗ്യാസ് കാണിച്ചപ്പോൾ എന്ത്, the lights or the candle flares up, candle നന്നായി കത്തും. that means oxygen gas is produced and this എന്താണ്? supports burning. അപ്പം ഇവിടെ എന്ത് കണ്ടു? ഇവിടെ decomposition reaction is taking place with the help of electricity. ആദ്യത്തെ കേസിൽ നമ്മൾ എന്താ കണ്ടത്? decomposition reaction was taking place in the presence of എന്തായിരുന്നു? ഹീറ്റിൻ്റെ പ്രസൻസിൽ അല്ലേ, നമ്മൾ ഹീറ്റ് ചെയ്തു. സോ ഡീകമ്പോസിഷൻ ഇപ്പം നമ്മൾ ഒന്ന് ഹീറ്റ് അല്ലേ, ബൈ യൂസിങ് ഹീറ്റ് വി ആർ ഡീകമ്പോസിങ് എ കെമിക്കൽ കോമ്പൗണ്ട്. നൗ വി ഹാവ് യൂസ്ഡ് ഇലക്ട്രിസിറ്റി അല്ലേ, എന്ത് ചെയ്തു? ഇലക്ട്രിസിറ്റി വെച്ചിട്ടു ഞാനൊരു കെമിക്കൽ കോമ്പൗണ്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സ്മോളർ കോമ്പൗണ്ട്സ്, സ്മോളർ എലിമെൻറ്റ്സ് ഓർ കോമ്പൗണ്ട്സ് ആക്കി. അപ്പോൾ ആ ആക്ടിവിറ്റി ക്ലിയർ ആണല്ലോ. സോ വിൽ ഗോ ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. സോ നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഇസ് ടേക്ക് a little of silver chloride. സിൽവർ ക്ലോറൈഡ്, അപ്പോൾ അതിൻ്റെ ഫോർമുല അറിയണമല്ലോ. സിൽവർ Ag ക്ലോറൈഡ് Cl, AgCl നമ്മൾ എടുത്തു. എന്നിട്ട് AgCl ഇസ് വൈറ്റ് ക്രിസ്റ്റൽ ആണ്, ഒരു വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. അതിന് നമ്മളൊരു വാച്ച് ഗ്ലാസ്സിൽ വെക്കുക. വി ആർ കീപ്പിംഗ് ഇറ്റ് ഇൻ എ വാച്ച് ഗ്ലാസ്. വാച്ച് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലാബിൽ കണ്ടിട്ട് ഒരു ഗ്ലാസ്, ചെറിയൊരു സർക്കിൾ ഷേപ്പിലൊരു ഗ്ലാസ്. ആൻഡ് വി ആർ കീപ്പിംഗ് ഇറ്റ് ഡയറക്ട്ലി ടു എ സൺലൈറ്റ്. നമ്മളൊരു സൺലൈറ്റിൽ എടുത്തുകൊണ്ട് വെക്കുകയാണ്. After some time, we can see that the white colored crystal is changed into grey colored crystal. White colored crystal എന്തായിട്ട് മാറേണ്ട? ഒരു grey colored crystal. So white color silver chloride, when exposed to sunlight, it get converted into a grey color. What is happening there? അവിടെയും decomposition. That is silver chloride in the presence of sunlight. Sunlight in the presence, it get decomposed into Ag and chlorine, silver and chloride gas. Again we have to balance it. 1 Ag, 1 Ag, 2 chlorine, 1 chlorine. So we have to give here 2 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ we have to balance this Ag also by giving here 2. So silver chloride, the white crystalline solid silver chloride, when exposed to sunlight, it undergo decomposition and produce silver and chlorine gas, and this is responsible for the grey colored crystal. അപ്പോൾ കാര്യം മനസ്സിലായി. അവിടെ എന്താ നടക്കുന്നത്? ഇറ്റ് ഓൾസോ അണ്ടർഗോ ഡീകമ്പോസിഷൻ. അതേപോലെ തന്നെയാണ് വേറെ ഒരു സിൽവറിൻ്റെ കോമ്പൗണ്ട് ആണ് സിൽവർ ബ്രോമൈഡ്. ദിസ് വെൻ എക്സ്പോസ് ടു സൺലൈറ്റ്, ഇത് സൺലൈറ്റിനെ എക്സ്പോസ് ചെയ്യുമ്പം ഇറ്റ് ഓൾസോ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു സിൽവർ ആൻഡ് ബ്രോമിൻ. ഇത് ഈ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ് ഫോട്ടോഗ്രാഫിക് ഫിലിംസിലൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫോട്ടോ ഇപ്പോഴത്തെ ഡിജിറ്റൽ ക്യാമറാസ് അല്ല, ഫിലിം വെച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫിക് ഇല്ലായിരുന്നു, അതിൽ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഈ സിൽവർ ബ്രോമൈഡാണ് കെമിക്കൽ കോമ്പൗണ്ടായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഓൾസോ അണ്ടർഗോ ഡീകമ്പോസിഷൻ ടു പ്രൊഡ്യൂസ് സിൽവർ
and bromine. Okay. So these are some of the examples of decomposition reaction. അപ്പോൾ നമ്മൾ ആദ്യം ഹീറ്റ് വെച്ചിട്ട് പറഞ്ഞു, ദെൻ നമ്മൾ ഇലക്ട്രിസിറ്റി വെച്ചിട്ട് ഡീകമ്പോസ് ചെയ്തു കോമ്പൗണ്ട്സിന്. ഇപ്പം നമ്മൾ എന്തിനെ വെച്ചിട്ടാണ് ഡീകമ്പോസ് ചെയ്തത്? ലൈറ്റ് അല്ലേ, സൺലൈറ്റ് വെച്ചിട്ട്. So the decomposition can be carried out by using, or decomposition reaction requires energy. വെറുതെ ഒരു കോമ്പൗണ്ട് വെറുതെ വെച്ച് കഴിഞ്ഞാൽ അത് ഡീകമ്പോസ് ചെയ്യില്ല. It requires energy. It requires energy. The energy in the form of decomposition reaction requires energy in the form of heat, in the form of light, or in the form of electricity. The form of electricity. So what is decomposition reaction? The reaction in which a complex or a compound undergo decomposition, or it undergoes breakdown to form simpler compounds. Such reactions are known as decomposition reaction, and the decomposition requires energy to undergo decomposition. വെറുതെ കാൽഷ്യം കാർബണേറ്റിനെ ഞാൻ പുറത്ത് വെച്ചാൽ ഇത് ഡീകമ്പോസ് ആവില്ല. It requires energy, either in the form of a heat, or in the form of a light, or in the form of electricity. If the decomposition reaction taking place in the presence of heat, then that is called as thermal decomposition. എന്താ പറയാ നമ്മൾ? തെർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ വെച്ചിട്ടില്ലേ, thermal decomposition. If it is in the form of light, we will call it as photolytic decomposition. എന്ത് പറയും? Photolytic decomposition. And next one, in electricity, we will call it as electrolytic decomposition. എന്തൊക്കെയാണ് ഇപ്പോൾ പഠിച്ചിരിക്കുന്നത്? So if we are undergoing a decomposition reaction with the help of heat, then it is called thermal decomposition. With the help of light, it is called photolytic decomposition. And in the presence of electricity, it is called as electrolytic decomposition. So what is decomposition? A decomposition reaction is a type of chemical reaction in which a single compound breaks down into two or more elements or new compounds. That is, a decomposition reaction is a type of chemical reaction in which a single compound breaks down into two or more elements or new compounds. And it can be thermal decomposition, photolytic decomposition, or electrolytic decomposition. Example for thermal decomposition is first one, നമ്മൾ പഠിച്ചിരിക്കുന്ന first experiment എന്തായിരുന്നു? നമ്മൾ ഫസ്റ്റ് പഠിച്ച ഒന്നുണ്ട് കാൽഷ്യം കാർബണേറ്റ് വെച്ചിട്ടുള്ളത്, ലെഡ് നൈട്രേറ്റ് വെച്ചിട്ടുള്ളത്, പിന്നെ നമ്മളിൽ ഫെറസ് സൾഫേറ്റ്, ലെഡ് നൈട്രേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, ഇവിടെയൊക്കെ ഹീറ്റ് ആയിരുന്നു കൊടുത്തിരുന്നത്. സെക്കൻഡ് വൺ തന്നെ ഫോട്ടോലിറ്റിക് അല്ലേ, ഫോട്ടോലിറ്റിക് തന്നെ സൺലൈറ്റ് വെച്ചിട്ട് നമ്മളിപ്പം സിൽവർ ക്ലോറൈഡും സിൽവർ ബ്രോമൈഡും. ആൻഡ് ദ തേർഡ് വൺ പറഞ്ഞാൽ ഇലക്ട്രോളിസിസ്. എക്സാമ്പിൾ, നമ്മൾ വാട്ടറിനെ ഇലക്ട്രിസിറ്റി വെച്ചിട്ട് പാസ് ചെയ്ത സമയത്ത് ഇത് അണ്ടർഗോ ഡികമ്പോസിഷൻ ടു ഫോം ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പോൾ ഇതാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തപ്പോൾ പറഞ്ഞു ദർ ആർ മെനി റിയാക്ഷൻസ് വിച്ച് എമിറ്റ് റേഡിയേഷൻസ് അല്ലേ. നമ്മൾ ചില റിയാക്ഷൻസ് ചെയ്യുമ്പം എനർജി പുറത്തേക്ക് വിടുക, അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് പറഞ്ഞു? എക്സോതെർമിക്. ഇവിടെയൊക്കെ എന്താ ചെയ്യുന്നത്? ദ എനർജി ഈസ് എബ്സോർബ്ഡ് അല്ലേ. ഈ കാൽഷ്യം കാർബണേറ്റ് ആ ഹീറ്റിനെ എബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്? ഇറ്റ് അണ്ടർഗോ ഡികമ്പോസിഷൻ ടു ഫോം കാൽഷ്യം ഓക്സൈഡ് ഓർ എന്താണ് കാൽഷ്യം ഓക്സൈഡ് ഓർ കാർബൺ ഡൈ ഓക്സൈഡ്. എല്ലാം എന്ത് ചെയ്യുന്നത്? എനർജി എബ്സോർബ് ചെയ്യാണ്. That is such reaction in which heat energy is absorbed. Heat energy is absorbed, and such reactions are called as endothermic. Last class we പഠിച്ചു exothermic reaction. Now we are learning endo. Exo എളുപ്പമായിരുന്നു, എക്സിറ്റ് ചെയ്യുക, ഹീറ്റ് പുറത്തേക്ക് എക്സിറ്റ് ചെയ്യുക. എൻഡോ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഇസ് എബ്സോർബിങ്. മലയാളത്തിലൊക്കെ നമ്മൾ എൻ്റെ അടുത്തേക്ക്. സോ ഹീറ്റ് ഇസ് എബ്സോർബ്ഡ്. എൻഡോതെർമിക് റിയാക്ഷൻസ് ആർ ദോസ് കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് എനർജി ഈസ് എബ്സോർബ്ഡ് ഇൻ ദ chemical reaction.
So there are two types of reaction depending upon the absorption and emission of heat. There are exothermic and endothermic reaction. Exothermic reactions are those reactions in which the heat energy is liberated, and endothermic reactions are those reactions in which the heat energy is absorbed. So we are going with an example of endothermic reaction. This is decomposition or endothermic example. Text we are taking a beaker. Into it we are adding barium hydroxide and ammonium chloride. Barium hydroxide and ammonium chloride we mix it. Just touch the barium hydroxide test tube beaker normal. Ammonium chloride and we are stirring. We can feel a cold feeling. Beaker. What's happening there? Why cold feeling? That's temperature absorb cool feeling. So what is happening there? Barium hydroxide combines with ammonium chloride with the absorption of heat. Heat absorb reaction and we are getting barium chloride, ammonia and water. We are getting barium chloride, ammonia and water. And then just a reaction on the barium hydroxide plus ammonium chloride. Note down the new two formulas. Barium hydroxide, ammonium chloride. We are getting barium chloride BaCl2, ammonia, NH3 and water. So this is the reaction of barium hydroxide with ammonium chloride and ammonium chloride to give barium chloride, and we have to balance the equation. Balance it. 1 barium, 1 barium, 1 oxygen, 1 oxygen, 2 hydrogen, 2 plus 4, 6, and here we have 3 in 3 plus 2, 5. Appa problem aarkana? Namakkariyam hydrogen 5 hydrogen ഉണ്ട് ഇവിടെ 2 hydrogen ഇവിടെ ഉണ്ട് 2 plus 4 6 ഉണ്ട് ഇവിടെ 3 plus 2 5. So we have to balance here. Nitrogen 1, chlorine 1. ഇവിടെ എത്ര chlorine ഉണ്ട്? 2 chlorine. So first we will balance the chlorine. എന്നിട്ട് നമ്മൾ hydrogen amount ഒന്ന് നോക്കി നോക്കുക. 2 chlorine. Now we will check 1 ഇവിടെ നോക്കണ്ട 1 barium. Okay, 2 oxygen. Here it is 2 oxygen. Here we have 1 oxygen, 2 nitrogen. It is here we have only 1 nitrogen. Here 1 nitrogen. Here we have 2 plus 4 into 2, 8. 8 plus 2, 10 hydrogen. So everything is we have to balance again. 2 nitrogen here. So we are giving here 2 nitrogen. Now we will check the equation. Now nokike barium 1, oxygen 2. Then 2 nitrogen, 4 to 8, 8 plus 10. 10 hydrogen, here 6 plus 2, 8 and 2 chlorine. Now, here balance oxygen and oxygen here 2 and so we are giving here 2. Now, I think almost is balanced. Hydrogen matra balance 3 into 2, 6, 6 plus 4, 10. 4 into 2, 8, 8 plus 2, 10. So the equation is balanced. അപ്പോൾ ഞാൻ പറഞ്ഞു step by step ആയിട്ട് എഴുതി നോക്കിയാൽ തന്നെ ബാലൻസിങ് നടക്കുള്ളൂ. നല്ലൊരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ പറയാനുള്ളത്. അപ്പോൾ നന്നായി പഠിക്കുക. Those who have not എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം you can just write in the comment section. സജഷൻസ് പറയാം, നിങ്ങൾക്ക് എടുക്കേണ്ട ടോപ്പിക്കിനെ കുറിച്ചിട്ടും പറയാം. So share to your friends also. Thank you.